അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നികേഷിന് പനി പിടിക്കുന്നുണ്ട്. നികേഷിന് പനി പിടിക്കുന്ന സമയത്ത് നിധിക്ക് വല്ലാത്ത വിഷമം വന്നിട്ട് നിധി വേഗം മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഭാസ്കരൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ നീ ഒരു പേപ്പറിൽ എഴുതിയിട്ടാൽ അത് ഞാൻ ഡോക്ടറൊന്നും അല്ലല്ലോ മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നിധി ഒരു പേപ്പറിൽ മരുന്നിൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്, ഒരു കാപ്പിപ്പൊടിയും കൂടി വാങ്ങിയിട്ട് വരുമോ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നത്. നിധി വേഗം പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കരൻ പറയുന്നുണ്ട്, നിനക്ക് പൈസ അധികം ഉണ്ടെങ്കിൽ നീ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടോ, ഇത് വാങ്ങാനുള്ള പൈസയൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത് തൽക്കാലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാസ്കരൻ പോകുന്നുണ്ട്. എന്തായാലും തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ നിധിക്ക് ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്, വലിയ ചോക്ലേറ്റ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നിധിക്ക് വലിയ സന്തോഷമാണ്. നിധി പറയുന്നുണ്ട്, സന്തോഷിക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറഞ്ഞിട്ട് ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതല്ല, ചില്ലറ ലാഞ്ഞിട്ട് തന്നതാണ്. പക്ഷേ നിധിക്ക് മനസ്സിലായത് അവൾക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം വാങ്ങിയതാണ് നമ്മുടെ ഭാസ്കരൻ എന്ന്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ നിധിയോട് പറയുന്നുണ്ട്, ഇവളുടെ അമ്മയ്ക്കും ഇവൻ്റെ അമ്മയ്ക്കും നികേഷിൻ്റെ അമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ തന്നെ എപ്പോഴും പനിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് നമ്മുടെ നിധി ഒരുപാട് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് ആ സ്ത്രീ, നിങ്ങൾ എന്തിനാണ് അതിനെ ഒഴിവാക്കിയെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരും, അവരുടെ പേരെന്താ. ആ സമയത്ത് നമ്മുടെ നിധിയിൽ നിന്ന് നമ്മുടെ ഭാസ്കരൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒഴിഞ്ഞ് മാറിപ്പോകുന്നുണ്ട്. ഒന്നും പറയുന്നില്ല, ഒന്നും പറയാതെ ഒഴിഞ്ഞ് മാറിപ്പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിധി പറയുന്നത്, ഇതെന്തായാലും ഞാൻ നിങ്ങളുടെ നിന്ന് ഒക്കെ കണ്ടെത്തും, നിങ്ങൾ ഒരു ദിവസം എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ നിധിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഹരീഷിനെ പറ്റി കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവൻ ഫോൺ വിളിച്ച് എടുത്തിട്ടില്ല, അവൻ ദേഷ്യപ്പെട്ടിട്ടാണ്, പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. നികേഷ് പറയുന്നുണ്ട്, നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞാലോ എടുത്തിന്ന് പറഞ്ഞിട്ട് ആ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയതും അതുകൊണ്ടാണ് അവന് ഫോൺ എടുക്കാത്ത, അവനൊരു ദേഷ്യം വന്നിട്ടാണ് ഫോൺ എടുക്കാത്ത, അല്ലാതെ എന്നോടുള്ള സ്നേഹം കുറവായിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നിധിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നീതുവിന് നമ്മുടെ ഹരീഷിനോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ട് തിരിച്ച് ഹരീഷിനോട് സോറിയൊക്കെ പറയാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഇൻ്റർവ്യൂക്കൊക്കെ പോകുന്നുണ്ട്. ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവുന്നുണ്ട്. നമ്മുടെ നിധി അവളെ സന്തോഷത്തിന് എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സുധീഷ് അവൾക്ക് നല്ലൊരു വാച്ച് പ്രസൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.